ഹലോ ഫ്രണ്ട്സ്, ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ റെസിപ്പിയാണ്, ബ്രോസ്റ്റഡ് ചിക്കൻ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രോസ്റ്റ് പൊടിയൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയ നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സ് തരും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 8-10 പീസ് തോലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വരിഞ്ഞും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പനേരം ഞാനിത് ബട്ടർ മിൽക്ക്, അതായത് മോരിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണത്. ഇനി നമുക്ക് ഈ ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഗാർലിക് പൗഡർ ഒരു 4 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് വേണം. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഞാൻ അല്പം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞതിലും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് അത്രയും സ്പൈസ് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് സോയാ സോസ് ഒരു 6 ടീസ്പൂണോളം വേണം. ഈ ഒരു 10 പീസ് ചിക്കനിലേക്ക് ഒരു 6 ടീസ്പൂണ് സോയാ സോസ് വേണം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാരിനേഷനൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടികളും അതുപോലെ തൈരും സോയ സോസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ സോയ സോസിൽ അല്പം ഉപ്പ് ഉണ്ടാവും. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ വളരെ സോൾട്ടി ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാരിനേഷൻ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ഇട്ട് കൊടുക്കുക. ഈ സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഞാൻ ഈ ചിക്കൻ അല്പനേരം ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബട്ടർ മിൽക്കിൽ നിന്ന് എടുത്ത പാടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ബട്ടർ മിൽക്ക് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ആ വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ആ ചിക്കനിൽ ഈ മാരിനേഷൻ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് ഇതുപോലെ തന്നെ പുറത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ചിക്കനിൽ നല്ലൊരു ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി മുട്ടയുടെ മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുക്കണം, ഈ ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം തൈരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കുക, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. ചെറുതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിലെല്ലാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ മിക്സ്ചറിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം മുട്ടയുടെ മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ മിക്സ്ചർ റെഡിയാക്കി എടുക്കാം, ഈ ചിക്കൻ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ 3 ഒരേ സൈസുള്ള കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്കുള്ള ഫ്ലോർ, അതായത് കസ്റ്റർഡ് പൗഡർ, മൈദ പിന്നെ കോൺഫ്ലോർ, ഇത് 3ഉം ഒരേ അളവിലാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരേ അളവിലുള്ള കപ്പ് എടുക്കുക. ഞാനിപ്പോൾ ഓരോന്നും ഓരോ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 3ഉം കൂടി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് ചിക്കൻ മാത്രമാണ് നിങ്ങൾക്ക് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വീതം എല്ലാ ഫ്ലോറും എടുക്കുക. അങ്ങനെ ഒരേ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് കസ്റ്റർഡ് പൗഡർ, നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കസ്റ്റർഡ് പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് അല്പം ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ ബ്രോസ്റ്റ് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗാർലിക് പൗഡർ അതുപോലെ ഒണിയൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ഈ ഒരു ചിക്കൻക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക്, ഇതുപോലത്തെ മാഗി ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും അല്പം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ പൊടികളിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ഇല്ലാത്ത ചിക്കൻ സ്റ്റോക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പുള്ളതാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഉപ്പ് പിന്നെ വേറെ ചേർക്കണ്ട. ഈ ചിക്കൻ സ്റ്റോക്ക് ഈ പൊടികളിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്നവരെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മിക്സ്ചറും പിന്നെ ഫ്ലോർ മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്ലോർ മിക്സ്ചറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഓരോ പീസ് ചിക്കനും എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
പിന്നെ ഒരിക്കലും നമ്മൾ ഈ എല്ലാ ചിക്കനും കൂടി ഈ എഗ് മിക്സറിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എല്ലാം കൂടി ഫ്ലോർ മിക്സിൽ ഇട്ട് കൊടുക്കരുത്. ഓരോന്നോരോന്നായിട്ട് വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ കോട്ടിംഗ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഈ മുട്ടയുടെ മിക്സറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്ലോർ മിക്സറിലേക്ക് ചിക്കന് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഫ്ലോറ് ഈ ചിക്കന് പുറമെ ഒരുപാട് കോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി കളഞ്ഞിട്ട് വേണം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ മുട്ടയുടെ മിക്സറിലും ഫ്ലോർ മിക്സറിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇപ്പോഴേ ചെയ്തിട്ട് അപ്പോഴേ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇനിയിപ്പോൾ ടൈമില്ല, അല്ലെങ്കിൽ ബാക്കി ഒരുപാട് ചിക്കൻ ഉണ്ട്, ബാക്കി എല്ലാം കൂടി ഫ്രൈ ചെയ്യേണ്ടെന്നൊക്കെ വരുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിങ്ങൾ ഈ ഫ്ലോറിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ചിക്കന് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കാം. എന്നിട്ട് ഫ്രീസറിൽ എടുത്തു വെക്കണം. പിന്നെ നെക്സ്റ്റ് ഡേ അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം ഒരു മണിക്കൂർ മുമ്പെങ്കിലും അത് പുറത്ത് വെക്കും വേണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടാണ് ഈ കസ്റ്റർഡ് പൗഡറിന് പകരം വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമെന്ന്. കസ്റ്റർഡ് പൗഡർ ചേർത്താൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ചിക്കൻ ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രഷർ കുക്കറാണ് എടുക്കുന്നത്, അത് ഫ്രൈ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. പിന്നെ പ്രഷർ കുക്കറിൻ്റെ ലിഡിൻ്റെ വിസിൽ വെയിറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം അത് അടച്ചു വെക്കാൻ. വെയിറ്റ് ഇട്ടിട്ട് അടച്ചു വെക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാവണം എണ്ണ, ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കും വേണം. ചിക്കൻ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് എണ്ണ നന്നായി ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ചിക്കന് വല്ലാണ്ട് ഡാർക്ക് കളറാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഒരുപാട് ചിക്കൻ ഒരുമിച്ചൊന്നും ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. ഒരു 3-4 ചിക്കൻ ഒരുമിച്ച് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് റിമൂവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. വെയിറ്റ് ഇട്ടുകൊണ്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കരുത്. ഒരു 10 മിനിറ്റാണ് ചിക്കൻ റെഡി ആവാനുള്ള കറക്റ്റ് ടൈമിങ്. പക്ഷെ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കിയിട്ട് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ മീഡിയം ഫ്ലെയിമിന് പകരം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഓയിലൊക്കെ ചൂടാക്കി എടുക്കുന്നതെങ്കിൽ ഇപ്പോഴേ ചിക്കൻ്റെ ആ കളറ് മാറിയിട്ടുണ്ടാവും, ഭയങ്കര ഡാർക്ക് കളറായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് പ്രഷർ കുക്കറൊക്കെ അടച്ച് വെക്കാൻ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അടച്ച് വെക്കാം. ഈ പ്രഷർ കുക്കറിൽ നമ്മൾ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിങ് കിട്ടും. ഒരു 8 മുതൽ 10 മിനിറ്റിനകത്ത് തന്നെ ഈ ചിക്കൻ റെഡി ആവും. ഓരോ ബാച്ച് ചിക്കനും 8 മുതൽ 10 മിനിറ്റ് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ബ്രോസ്റ്റഡ് ചിക്കൻ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അതായത് പുറമേ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ മാരിനേഷനൊക്കെ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത പാടെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് പകരം ഒന്ന് ഡ്രെയിൻ ചെയ്ത് എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം പ്ലേറ്റിലേക്ക് മാറ്റാൻ. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അടുത്ത ബാച്ച് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എണ്ണ ചൂടുണ്ടോ എന്ന് നോക്കണം. ചൂടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതിന് ആ സമയം കൊണ്ട് നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചിക്കനിലേക്ക് സൈഡായിട്ട് കഴിക്കാനുള്ള കോൾസ്ലോ ഒന്ന് റെഡിയാക്കി എടുക്കാം. സാധാരണയായിട്ട് KFCൻ്റെ കൂടെയാണ് നമ്മൾ കോൾസ്ലോ കഴിക്കാറ്. പക്ഷെ ഞാനിവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോൾസ്ലോ. അപ്പോൾ ഞാൻ അത് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കൂടി ഇടാം. ഇത് ഞാൻ മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയി ചെയ്യുന്നതിനേക്കാൾ നല്ല ഇതിൻ്റെ കൂടെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അതുകൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, കോൾസ്ലോ. അപ്പോൾ കോൾസ്ലോ റെഡിയാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു ബൗളിൽ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് ക്യാരറ്റും എടുക്കണം. അതായത് 1 കപ്പ് ക്യാബേജിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ്, അതാണ് ആ ഒരു മെഷർമെൻറ്റ്. അല്ലാതെ രണ്ടും ഒരേ അളവിൽ എടുക്കണ്ട. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ബാക്കി എല്ലാ ചേരുവകളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മയനൈസ് ആണ്. മയനൈസ് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്ത റെസിപ്പിയിൽ ഞാൻ ബട്ടർ മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാട്ടോ, തൈര് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്. ഒന്നിനും പുളി അധികം പാടില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മധുരം വേണം ശരിക്കും കോൾസ്ലോ. ഇനി ഇതിലേക്ക് അല്പം സുർക്ക, വിനാഗിരി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂണോളം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കിട്ടണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അഥവാ അല്പം മിക്സ് ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത് ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഒരു ബൗളിലേക്ക് ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുത്തല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കോൾസ്ലോ റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് ആ ഒരു ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരുപാടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഒരുപാട് ദിവസമൊന്നും വെക്കണ്ട, കാരണം ഇത് മയനൈസും തൈരും ഇതെല്ലാം ചേർത്തല്ല, അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വെക്കണ്ട. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ അല്പം പാലും കൂടി ചേർക്കാം, ഒന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുള്ളൂ. മാക്സിമം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കോൾസ്ലോ റെഡി ആയിട്ടുണ്ട്. കോൾസ്ലോ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരും വേണം കേട്ടോ. നല്ല സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൾസ്ലോയാണ്. അപ്പോൾ സാധാരണ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ ആരും കോൾസ്ലോ കഴിക്കാറില്ല, പക്ഷെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. KFCൻ്റെ ഒക്കെ കൂടെയാണ് കഴിക്കാറ്. ഇതുപോലത്തെ ഒരു മധുരം നമ്മൾ ഈ ഇതുപോലത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പം വല്ലാണ്ട് മടുപ്പ് വരില്ല ചിക്കൻ കഴിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മധുരം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്